ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന റേഞ്ച് റോവറിൻ്റെ വെലാറാണ്. അപ്പോൾ ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് ഒരു എഞ്ചിൻ ലൈറ്റിൻ്റെ വാണിംഗ് ആയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതേമാതിരി തന്നെ ഈ ഒരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റിന് നമ്മളൊരു സോളിനോയിഡാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോളിനോയിഡ് കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ്റെ പിസ്റ്റൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സോളിനോയിഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ DTC എന്താണ്, അതേമാതിരി തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സോളിനോയിഡിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് മിക്ക റേഞ്ച് റോവർ വാഹനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ എല്ലാ എഞ്ചിനുകളിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാറില്ല. എന്നാൽ ഈ കാണുന്ന 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ഇനി അതേമാതിരി തന്നെ ജാഗ്വാറിലും കാണാൻ സാധിക്കും. കാരണം ജാഗ്വാറിൻ്റെ പല മോഡൽ വാഹനങ്ങളിലും ഇതേ ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതേ സെയിം ഫോൾട്ട് നിങ്ങൾക്ക് ജാഗ്വാർ വാഹനത്തിലും കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇതിൽ സ്പെയർ ടയറിന് എയർ കുറവുണ്ട്. അതിൻ്റെ ഒരു വാണിംഗ് കൂടി നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ വാഹനം സ്കാൻ ചെയ്യുന്ന സമയത്ത് 2 ഫോൾട്ടാണ് ഉണ്ടായിരുന്നത്. 2 ഫോൾട്ടിൽ മെയിനായിട്ട് ഒരു ഫോൾട്ടാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അതേമാതിരി തന്നെ ആ പെർമനൻ്റ് ഉള്ള ഐറ്റമാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതേമാതിരി തന്നെ മറ്റൊരു ഫോൾട്ട് കോഡും കൂടിയുണ്ട്. ആ ഫോൾട്ട് കോഡിന് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വന്ന ഫോൾട്ട് നിങ്ങൾ കണ്ടല്ലോ, P25A913 എന്നുള്ള ഫോൾട്ട്, പിസ്റ്റൺ കൂളിംഗ് ഓയിൽ കൺട്രോൾ സർക്യൂട്ട് ഓപ്പൺ എന്നുള്ളൊരു ഫോൾട്ട് ഉണ്ട്. അതേമാതിരി തന്നെ P0420 എന്നുള്ളൊരു ഫോൾട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം പെർമനൻ്റ് ആയിട്ടുള്ളത് മുകളിലത്തെ ഫോൾട്ട് കോഡാണ്. അപ്പോൾ ആ ഫോൾട്ട് കോഡിന് ആണ് നമ്മളിപ്പം പാർട്സ് റിപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോളിനോടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്പർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ പാർട്സ് നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോളിനോടാണിത്. ഇതുണ്ടല്ലോ, നല്ലൊരു കവറിലും അതേമാതിരി തന്നെ ബോക്സിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ സോളിനോട് വരുന്നത്. ഈ കാണുന്ന സോളിനോട് ഫോൾട്ടി ആയിട്ടാണ് ഇതിന് ഈ ഒരു എഞ്ചിൻ ലൈറ്റിൻ്റെ വാണിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സോളിനോട് കണ്ടല്ലോ, ഈ ഒരു വാഹനത്തിൻ്റെ സോളിനോട് റിപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെയിനായിട്ടൊരു കാര്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. നമ്മൾ ഈ വാഹനം ലിഫ്റ്റിൽ കയറ്റിയിട്ട് നമ്മൾ ആദ്യം തന്നെ അഴിച്ചു വിടാൻ പോകുന്നത് ബാറ്ററി ടെർമിനലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്ന ഡിക്കിയിലാണ് നിങ്ങൾക്ക് കാണാം, നല്ലൊരു വലിയൊരു ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ബാറ്ററി ടെർമിനൽ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അത് ഊരി വെച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ സോളിനോട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പാർട്സ് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂളൻ ടാങ്കും ഇതിൻ്റെ കാര്യങ്ങളും സൈഡിലുള്ള ടർബോയുടെ ഹോസും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റണം. അപ്പോൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു വ്യൂ കാണുന്നത് ഇതിൻ്റെ ഈ ഓൾട്ടർനേറ്ററിൻ്റെ സൈഡിലോട്ടുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിത് അഴിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓൾട്ടർനേറ്ററിൽ ഒരു ഷോട്ട് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ടെർമിനൽ നമ്മൾ ആദ്യം തന്നെ ഉരി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ സോളിനോട് കണ്ടല്ലോ. ഈ സോളിനോട് ആണ് നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒരു ബോൾട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു സോളിനോഡിന് വരുന്നത്. അപ്പോൾ ഈ ഒരു സോളിനോട് അഴിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ മാത്രമാണ് ഇതിൻ്റെ ഒറ്റൊരു സോളിനോട് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അഴിച്ചെടുത്ത് റിപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇവിടെയാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്ററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഷോട്ട് പോലും വരരുത് എന്നുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബാറ്ററി വയർ ഊരി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ബാറ്ററി വയർ ഊരി വെക്കുക. അപ്പോൾ ബാറ്ററി വയർ ഊരി വെച്ചതിന് ശേഷം വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സോളിനോട് ഈ ഒരു ലൊക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാറുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ആകെ ഒറ്റൊരു ബോൾട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സോളിനോട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോളിനോട് പിസ്റ്റൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോളിനോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോളിനോടാണ് പിസ്റ്റൻ്റെ അടിയിലോട്ടുള്ള ഓയിലിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നതും അതേമാതിരി തന്നെ ഓയിൽ എത്രത്തോളം പിസ്റ്റൺ കൂൾ ചെയ്യണം എന്നുള്ളതനുസരിച്ച് ഈ ഒരു സോളിനോട് പ്രവർത്തിച്ചിട്ടാണ് എഞ്ചിൻ്റെ പിസ്റ്റൺ കൂൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ സോളിനോടൊക്കെ മാറി, ഇതാണ് പഴയ സോളിനോട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്തി. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾക്ക് വേറെ വാണിങ്ങോ കാര്യങ്ങളോ അതേമാതിരി തന്നെ എഞ്ചിൻ ലൈറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൽ 2 ഫോൾട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഫോൾട്ടിന് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ഉള്ള ഒരു ഐറ്റമാണ് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ആ ഒരു പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ നമ്മൾ ഈ വാഹനത്തിൽ എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനുശേഷം നമ്മൾ റോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വാഹനത്തിൻ്റെ DTCയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DTC കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. Thanks for watching.